കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. 2001 ഞാൻ രചിച്ചിട്ടുള്ളൊരു ഗാനമാണ്. ഞാനും എൻ്റെ വൈഫുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിന് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. വാഹനത്തിൻ്റെ ബ്രേക്ക് ഫെയിലിയറായിട്ട് ഏകദേശം 60 അടി താഴ്ചയിലേക്ക് ഞാൻ 90 ഡിഗ്രി വെട്ടിത്തിരിച്ചപ്പോൾ വാഹനം തലകുത്തി 3 കരണം മറിഞ്ഞ് ഒരു പപ്പടം പൊടിഞ്ഞു പോകുന്നത് പോലെ തകർന്ന് തരിപ്പണമായി. ആ വാഹനത്തിൽ നിന്ന് പൊട്ടിയ ചില്ലിനിടയിലൂടെ ഞാൻ പുറത്തു വന്നു. എൻ്റെ വൈഫിനെ ചില്ലുകൾക്കിടയിലൂടെ വലിച്ചു പുറത്തിറക്കി. അവൾ നെറ്റിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണമെന്ന്. രക്തം ധാരധാരയായി വമിക്കുന്നുണ്ട്. 18 സ്റ്റിച്ചസ് നെറ്റിയിലുണ്ടായിരുന്നു. അവിടെ 2 ആഴ്ച കിടന്നിട്ട് ഭവനത്തിൽ വന്നു. സ്റ്റിച്ചസൊക്കെ റിമൂവ് ചെയ്തു 1 മാസം കഴിഞ്ഞപ്പോൾ. എന്നാൽ ആ ഇടിയുടെ ആഘാതത്താൽ തലയെന്ന് വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ഇടിച്ചിട്ട് കഴുത്ത് സ്റ്റിഫായിപ്പോയി. 1 വർഷത്തോളം കഴുത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാൻ മേലാതെ അവൾ വളരെയധികം ക്ലേശം സഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ ജോലികളൊക്കെ അദ്ദേഹമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 2 മക്കളാണ്, അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്കൂളിൽ പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനോ എനിക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു പോകാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാനോ അവർക്ക് ആരോഗ്യമില്ലാതായിത്തീർന്നു. അവൾ വളരെ ഖേദത്തോടെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കഴുത്തൊന്ന് സൗഖ്യമായിരുന്നെങ്കിൽ, എനിക്കങ്ങനെ ഒന്ന് ആരാധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ വളരെ ദുഃഖത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. 2 ദൈവദാസന്മാർ പലരും കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇതൊരു അനർത്ഥം മാത്രമല്ല, ഇതൊരു പോരാട്ടമാണെന്ന്. 2 ഫിസിയോതെറാപ്പിസ്റ്റുകൾ മാറി മാറി ചികിത്സിച്ചെങ്കിലും ഭേദം വന്നില്ല. പ്രിയപ്പെട്ടവരെ, കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ പാട്ട് എനിക്ക് രചിക്കുവാൻ ദൈവം കൃപ തന്നു. ആ പാട്ടുമായിട്ടാണ് ഞാൻ വരുന്നത്. സ്തോത്രം. ആ പാട്ട് ആദ്യമായിട്ട് മാരാമൺ കൺവെൻഷനിലൂടെയാണ് പുറത്തു വരുന്നത്. അതിനുശേഷം എനിക്ക് ആ സമയത്ത് ദുബൈയിലേക്ക് കടന്നു പോകാൻ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു അവസരം ലഭിച്ചു. ഞാൻ ദുബായിലൊക്കെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ മസ്കറ്റിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. അവിടെ ചെന്ന് മസ്കറ്റിലെ റോവി ഓഡിറ്റോറിയത്തിൽ ഈ പാട്ട് പാടുന്നതിന് മുൻപായിട്ട് ഈ സാക്ഷ്യം ഞാൻ പ്രസ്താവിച്ചു. അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ടെലിഫോൺ ചെയ്യുമ്പോൾ എൻ്റെ വൈഫ് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടാണ് ഫോൺ എടുത്ത്. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നത്? അവൾ പറഞ്ഞു, ഇന്ന് ഫ്രൈഡേ ആയിരുന്നല്ലോ, ഞാനിന്ന് ചർച്ചിൽ പോയി 2 കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഴുത്ത് പൂർണ്ണമായിട്ട് കെട്ടുവിട്ടുമാറി ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചുവെന്ന് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. യഹോവ റാഫയാണ്, സൗഖ്യത്തിൻ്റെ ദൈവമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയാൻ സാധിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടതയിൽ തളർന്നു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. അത് നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. ഒന്നിലും പതറാതെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഈ ഗാനം അനേക പ്രിയപ്പെട്ടവർ ഏറ്റുപാടിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. അത് സാരമുണ്ടെന്ന് കണക്കാക്കുന്നവരും അനുഭവിക്കുന്നവരും അങ്ങനെ ജീവിക്കുന്നവരുമാണ് നമ്മളെല്ലാം. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല നമ്മളെ നിർത്തുന്നത്. നാം പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ചിന്തകൾക്ക് വിപരീതമായിട്ട് നമുക്ക് അസാധ്യമായി തോന്നുന്നത് സാധ്യമാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കൊരിന്ത്യലേഖനം 2:17 നാം വായിക്കുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണാത്തതിനെ നോക്കി പാർക്കുന്ന ദൈവമക്കളെ, ഈ കഷ്ടങ്ങൾ പ്രശംസിക്കുവാൻ, കഷ്ടത എൻ്റെ അവകാശമാണെന്ന് പറയുവാൻ, കഷ്ടതയിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും അത് സാരമില്ലെന്നെണ്ണി മുന്നോട്ട് നീങ്ങാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശ തന്നെ മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.